എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് മത്സര പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ MR രവികുമാർ. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ്. കൃത്യമായി പഠിച്ചാൽ 20 മാർക്കും നമ്മൾക്ക് ഈ മേഖലയിൽ നിന്ന് കരസ്ഥമാക്കുവാൻ സാധിക്കും. ഈ ഭാഗത്തെ 3 മേഖലകളാക്കി തരംതിരിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം. സംസ്ഥാനതലം, ദേശീയതലം, അന്താരാഷ്ട്രതലം എന്നിങ്ങനെ 3 ഗ്രൂപ്പാക്കിയിട്ട് നിങ്ങൾ തരംതിരിക്കുക. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കേണ്ടത് നോബൽ പ്രൈസ്, ഓസ്കാർ തുടങ്ങിയ അവാർഡുകളും വിവിധ രാജ്യങ്ങളിൽ നടന്ന നേതൃമാറ്റവുമാണ്. ഉദാഹരണത്തിന് ശ്രീലങ്കയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ പേര് PSC പരീക്ഷകളിൽ ഒരു ഉറച്ച ചോദ്യമാണ്. ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, വിവിധ ലോകകപ്പ് മത്സരങ്ങൾ, ടെന്നീസ്, ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ ഇവയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം പഠന സമയത്ത് നൽകേണ്ടതാണ്. യൂറോ കപ്പ്, കോപ്പ അമേരിക്ക എന്നീ ഭാഗവും PSC പരീക്ഷയിൽ പലപ്പോഴും ചോദ്യരൂപത്തിൽ കടന്നു വരാറുണ്ട്. ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ വന്ന കേന്ദ്ര മന്ത്രിസഭ, സുപ്രീം കോടതി, വിവിധ സേനാ തലവന്മാർ, സ്വാതന്ത്ര്യദിന, റിപ്പബ്ലിക് ദിന പരേഡുകളിലെ മുഖ്യ അതിഥികൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ച വിവരങ്ങൾ, ആ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന അവസരങ്ങളിൽ അദ്ദേഹം ഒപ്പുവെച്ച മെമ്മോറാണ്ടങ്ങൾ, ഇവയെല്ലാം പലപ്പോഴും PSC പരീക്ഷയിലെ ചോദ്യങ്ങളായിട്ട് കടന്നു വരാറുണ്ട്. ദേശീയ ശ്രദ്ധയാകർഷിച്ച സംഭവങ്ങൾ, ദേശീയ തലത്തിലെ വിവിധ മത്സരങ്ങളുടെ വേദികൾ, 2024 വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളും ആ അവസരത്തിൽ മുഖ്യമന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തവരുടെ പേരുകളും, കൂടാതെ നമ്മുടെ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളും ബഹിരാകാശ ദൗത്യങ്ങളും നോട്ടുകൾ തയ്യാറാക്കി പഠിക്കേണ്ടതാണ്. ചന്ദ്രയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീയതി സഹിതമാണ് ഇപ്പോൾ PSC ചോദിച്ചു വരുന്നത്. സംസ്ഥാന മന്ത്രിസഭയും മന്ത്രിമാരുടെ വകുപ്പുകളും പഠിക്കുമ്പോൾ പലപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് എന്നീ പദവികൾ വഹിക്കുന്നവരുടെ പേരുകൾ പഠിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിവിധ ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരുടെ പേരുകളും സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന വിവിധ കമ്മീഷനുകൾ, കമ്മിറ്റികൾ, ഇവയുടെ അധ്യക്ഷന്മാർ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇവരുടെ പേര് വിവരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവാർഡുകൾ പഠിക്കുന്ന അവസരത്തിൽ കഴിഞ്ഞ 4 വർഷങ്ങളിലായി നൽകിയ അവാർഡുകളും പുരസ്കാരങ്ങളും നോക്കണം. ദേശീയ തലത്തിലാണ് എങ്കിൽ വ്യാസ സമ്മാൻ, സരസ്വതി സമ്മാൻ, ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ, സൈനിക അവാർഡുകൾ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പുരസ്കാരങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പത്മ അവാർഡുകൾ ലഭിച്ച കേരളീയരുടെ പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന തലത്തിലേക്ക് നോക്കുമ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇവ നോക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൽ നോക്കിവെക്കേണ്ടത്. പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട പൊൻവാക്ക്, അശ്വമേധം തുടങ്ങിയവ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കൃത്യമായി പഠിച്ചു വെക്കണം. അവാർഡുകൾ പഠിക്കുന്ന സമയത്ത് അവാർഡ് ലഭിക്കുന്ന കൃതിയുടെ പേര് വിവരവും പ്രത്യേകം പഠിക്കുവാൻ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. കേരള PSC നടത്തുന്ന LGS മത്സര പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ MR രവികുമാർ. നാളെ LGS പരീക്ഷയുടെ സയൻസ് വിഷയത്തെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.